രാഹുൽ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ രാഹുലും VK ശ്രീകണ്ഠനും കൂടെ ഒന്ന് മീറ്റ് ചെയ്തായിരുന്നേ. അതാണ് ഇപ്പം കൂടുതൽ വിഷയമായിരിക്കുന്നത്. പുള്ളിക്ക് എന്താ MB കണ്ടുകൂടെ? ഇപ്പൊ കോൺഗ്രസ്സുകാരും കൂടെ കണ്ടെന്നും പറഞ്ഞിട്ട് ഇവിടെ ആകാശം ഇടിഞ്ഞു വല്ലതും വീഴുവോ? എന്തിനാ എന്റെ 24 നിങ്ങൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. നാണമില്ലേ? നിങ്ങളുടെ ആവശ്യമില്ലാത്ത കുറെ ചിന്താഗതിയും ആവശ്യമില്ലാത്ത സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ജനങ്ങളെ എത്തിക്കുന്നത് എന്തിനാണ്? ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. ഈ ചാനലുകാരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ എല്ലാവരോടും സോറി പറയുന്നുണ്ട്. അടുത്ത ഉത്സവമാണ്, അതിന്റെ കുറച്ച് പോരായ്മകൾ കാണും. ഇപ്പൊ 10 ദിവസം ഇവിടുത്തെ ഉത്സവമാണെങ്കിൽ 10 ദിവസം അവിടുത്തെ ഉത്സവമാണ്, അത് കഴിഞ്ഞിട്ട് അടുത്ത ഉത്സവം. ഒരു 30 ദിവസത്തേക്ക് ചിലപ്പോൾ ഇതുപോലെ മൈക്കിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് സോറി പറയുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ് ചെയ്തു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുത്തു. ജസ്റ്റിസ് ഫോർ രാഹുലിനും കൂടെ കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് നമുക്ക് കാണാം. ഓക്കെ, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഡിയോ ഞാനൊന്ന് വെച്ച് തരാം. എല്ലാരും നമ്മുടെ രാഹുലിനെ കുറെ നാൾക്ക് ശേഷം ഒന്ന് കാണണ്ടേ? നമുക്കൊന്ന് കണ്ടിട്ട് വരാം. രാവിലെ ഇപ്പൊ MP-മായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. എന്തോ എന്തോ കൂടിക്കാഴ്ചയാണോ? ഇപ്പൊ നമ്മൾ തമ്മിൽ കാണുന്നതിന് എന്തെങ്കിലും രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടോ? അങ്ങനെയല്ലോ. VK MP-മായിട്ട് പാലക്കാടിന്റെ MLA കൂടിക്കാഴ്ച നടത്തുകയാണ്. കോൺഗ്രസിനെ പുറത്താക്കപ്പെട്ട ഒരാളാണ്. പാലക്കാടിന്റെ MP-യെ കാണുമ്പോൾ പാലക്കാടിന്റെ MLA സംസാരിക്കാൻ പാടില്ലേ? പക്ഷേ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. പുറത്താക്കി എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ ഒരു നേതാവിനെ കണ്ടാൽ നമ്മൾ സംസാരിക്കണമല്ലോ അല്ലേ? ഇപ്പോൾ CPM-ന്റെ നേതാവിനെ കണ്ടാൽ സംസാരിക്കണ്ടേ? BJP-യുടെ ഒരു നേതാവിനെ കണ്ടാൽ സംസാരിക്കണ്ടേ? നമ്മൾ പരിചയക്കാരല്ലേ? നിങ്ങളിങ്ങനെ ഈ ഇത്ര വാർത്താ ദാരിദ്ര്യം കേരളത്തിലുണ്ടോ? വാർത്താ ദാരിദ്ര്യമല്ല. പുതുയുഗ യാത്ര കടന്നു പോകുന്ന സമയത്താണ് VK MP ഈ ജില്ലയിൽ വരുന്നത്. ഇന്ന് കൊല്ലത്തേക്ക് പോവുകയാണ്. മറ്റാരും കാണാതെ ഹോട്ടലിൽ നിന്ന് കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് രഹസ്യ കൂടിക്കാഴ്ച തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുക. അതെങ്ങനെയാണ് രഹസ്യ കൂടിക്കാഴ്ചയാവുന്നത്? ഇപ്പോൾ ഒരു ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കാണുന്നതിന് നിങ്ങൾ എങ്ങനെയാണ് രഹസ്യ കൂടിക്കാഴ്ച എന്ന് പറയുന്നത്? എങ്ങനെയാണ്? രഹസ്യമായി കാണാനാണെങ്കിൽ എത്രയോ സ്ഥലങ്ങളിലിരുന്ന് കാണാം അല്ലേ? അതൊക്കെയാണ് വികസനം സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു. ഇനി രാഹുൽ മാങ്കൂട്ടവും MB ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നും പറഞ്ഞ് വരുവോ? മറ്റേ ബന്ധം രണ്ടും കൂടെ രഹസ്യമായിട്ട് എന്താണ്? രാഹുൽ ഇപ്പൊ ഇനി മറ്റേ ബൈ ആണെന്ന് വേണമെങ്കിൽ പറയും. ആ ടീമുകളാണ് ഇവിടെ ഇപ്പം ഇതും തൂക്കിക്കൊണ്ട് നടക്കുന്നത്. ഒരു നാണവും മാനവും ഇല്ലാത്തവന്മാർ തന്നെ. അയാൾ എങ്ങോട്ട് പോവാതിരിക്കുവോ അതൊക്കെ നീ തിരക്കണ്ടാക്കിയ ആവശ്യമുണ്ടോ? ഒരു ആണിന്റെ കൂടെ ഇരുന്ന് സംസാരിച്ചിട്ട് ഇങ്ങനെ. ഇപ്പൊ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ്സുകാരോട് മിണ്ടിക്കൂടെ? എന്താ കൊമ്പുണ്ടോ? ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ എന്തിന് ഇവരെ പോലുള്ളവന്മാരാണ് സത്യത്തിൽ ഈ 24-ന്. പിന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും രാഹുലിനെ എങ്ങനെയെങ്കിലും താഴ്ത്തിക്കിടണം. അത് അവരുടെ ഒരു ആവശ്യം തന്നെയാണ്. ഞങ്ങൾ പലതും സംസാരിക്കുക. അത് ഇപ്പം നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇപ്പം നിങ്ങളും അദ്ദേഹവും കൂടെ ഞാൻ വരുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെന്താ സംസാരിച്ചതെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ജനപ്രതിനിധിയാണ്. ജനപ്രതിനിധികളാണെങ്കിൽ തമ്മിൽ സംസാരിക്കുന്നത് എന്താണ് നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങളോട് പറയേണ്ടത് മാധ്യമ സമ്മേളനം നടത്തി നമ്മൾ പറയും. കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾ കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള പുതുയുഗ യാത്രയുടെ പ്രധാനപ്പെട്ട ജാഥയിൽ അംഗമായിട്ടുള്ളവരെ നേരിട്ട് കാണുകയാണ്. അതും മറ്റ് നേതാക്കളില്ലാത്ത രീതി. അതൊക്കെ നിങ്ങളല്ലേ ക്ലബ് ചെയ്തേ? നിങ്ങൾ ക്ലബ് ചെയ്ത കാര്യങ്ങളല്ലേ? നിങ്ങൾ കാണുന്ന കാഴ്ചകളാണ്. നിങ്ങൾ ക്ലബ് ചെയ്ത കാര്യങ്ങളല്ലേ? കാണുന്ന കാഴ്ചകളാണ്. ഞങ്ങൾ കണ്ട രീതി എന്ന് പറഞ്ഞാൽ, എൻ്റെ നാട്ടിൽ ഒരു ഹോട്ടലിൽ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നു. അവിടെ ശ്രീ VK ശ്രീകണ്ഠൻ ഇരിക്കുന്നു. ശ്രീ VK ശ്രീകണ്ഠൻ ഇരിക്കുമ്പോൾ ആ ടേബിളിൽ ഞാൻ പോയിരിക്കുന്നു. ഞങ്ങൾ തമ്മിൽ വർത്തമാനം പറയുന്നു. കുറേ നേരം സംസാരിച്ചു. അത്ര നിഷ്കളങ്കമായിട്ട് കാണാൻ കഴിയുന്നതല്ലോ രാഹുൽ. നിങ്ങൾ കളങ്കമായി കണ്ടോളൂ. അതെന്റെ പരാതിയല്ല, എന്റെ വിഷയമല്ല. എന്താണ് ബോംബ് വല്ല ഇടാൻ പോകുന്നുണ്ടോ? വല്ല ബോംബ് ഇടാൻ പോകുന്നുണ്ടോ പാലക്കാട്? നിനക്കൊക്കെ എന്താണെന്നാ ഞാൻ ആലോചിച്ച് നോക്കുന്നേ. നേരത്തെ റിനിന്നും പറഞ്ഞ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് കാണിച്ച തോന്നിവാസങ്ങൾ ഈ 5-6 മാസം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ കണ്ടോണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് കോൺഗ്രസിൽ ഒരുത്തി ഷഹനാസ്, അങ്ങനെ ഓരോ യുവതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. 3 എണ്ണത്തിനെ നശിപ്പിച്ചെന്ന് എല്ലാവരും പറയുകയൊക്കെ ചെയ്യുന്നത്. 3 എണ്ണത്തിനെ. ഈ 3 എണ്ണവും എങ്ങനെയാ ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ? ഇവന്മാരാണെങ്കിൽ ഡിവോഴ്സും അല്ല. ഓരോ കള്ളങ്ങളെല്ലാം പടച്ചു വിട്ട് ഓരോരുത്തരുടെ ജീവിതത്തിൽ കയറി അവനൊക്കെ പണി കൊടുത്തിട്ട് അവളെയൊക്കെ വാഴ്ത്തി പറയാൻ ഇതുപോലെയുള്ള ന്യൂസ് ചാനലുകൾ. എനിക്ക് എന്താ സത്യം പറയല്ലോ, നമുക്ക് പലക്കെ വായി തോന്നുന്നതൊക്കെ കയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോവാണ് സത്യം പറഞ്ഞാലോ. കാരണം നമ്മളിപ്പോൾ ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ചർച്ച ചെയ്ത് നമുക്ക് തന്നെ വട്ടായി. കാരണം വെച്ചാൽ ഇവിടുത്തെ ന്യൂസുകാർ അതുപോലത്തെ കാര്യങ്ങളാണ് പടച്ചു വിടുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, രാഹുലിനെ കൈ കിട്ടിയപ്പോൾ അവന്മാരുടെ ചോദ്യങ്ങൾ ഇതിപ്പം പോലീസുകാർ ഇതുപോലെ ചോദിക്കുമോ? വക്കീലന്മാർ ഇതുപോലെ ചോദിക്കുമോ? ഞാൻ ആലോചിക്കും ഇവിടുത്തെ മീഡിയക്കാർക്ക് എത്രമാത്രം കുത്തലെന്ന്. നിങ്ങളെങ്ങനെ കാണണമെന്നുള്ളത് ഞാനാണോ തീരുമാനിക്കേണ്ടത്? ഞങ്ങളെന്താ സംസാരിച്ചാൽ നിങ്ങൾ തീരുമാനിക്കേണ്ട അല്ലേ? രാഹുലും വികസനം സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പാലക്കാടിന്റെ വികസനം മാത്രമായിരിക്കില്ല, രാഷ്ട്രീയം സംസാരിക്കില്ലേ? ഞങ്ങൾ രാഷ്ട്രീയം സംസാരിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു. രാഷ്ട്രീയം സംസാരിക്കുമായിരിക്കും, വികസനം സംസാരിക്കുമായിരിക്കും, കുടുംബകാര്യങ്ങൾ സംസാരിക്കുമായിരിക്കും. അതൊക്കെ എന്തിനാണ് നിങ്ങളോട് വിശദീകരിക്കുന്നത്? എന്തിനാണ്? രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചുകൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും യാതൊരു മറുപടിയും പറയാത്തൊരു സാഹചര്യമാണ്. അതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. എൻ്റെ ഭാവിയെ പറ്റി വല്ലാതെ ഉത്കണ്ഠ നിങ്ങൾക്ക് വേണ്ടാന്നേ. എൻ്റെ ഭാവിയെ പറ്റിയിട്ടുള്ള ഉത്കണ്ഠ നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ പരിചയക്കാരായിട്ടുള്ള 2 ആളുകൾ കാണുമ്പോൾ പലതും സംസാരിക്കും. ഇനിയും പോട്ടെ, ശ്രീ VK ശ്രീകണ്ഠൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ വന്നതാണെന്ന് വിചാരിച്ചു. അതിനെന്താ തെറ്റെന്താ?
ഇതിൽ തെറ്റുണ്ടോ? എനിക്ക് പരിചയമുള്ള ഒരാൾ എൻ്റെ നാട്ടിൽ വരുമ്പോൾ പോയിന്റ് ഒരു തെറ്റുമില്ല രാഹുലെ. ഇതൊക്കെ റോഡിൽ കിടന്ന് പട്ടി പറിക്കുന്നതിന് ആനയ്ക്ക് എന്താ കാര്യം? ആ ഒരു മൈൻഡ് മാത്രം എടുത്താൽ മതി. ഇന്നിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നിങ്ങളുടെ കിടക്കുന്ന കേസും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ശ്രമിക്കുക. അതാണ് സത്യത്തിൽ വേണ്ടത്. നിങ്ങളിപ്പോൾ ഓരോ കേസിലും നിരപരാധിയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഇനി അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് രാഹുലിനെ വീണ്ടും ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നൊരു വാർത്തകളുണ്ട്. 4ാമത്തെ പെൺകുട്ടിയെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടുത്തെ ഗവൺമെന്റ് എത്രമാത്രം ഫേക്കാണെന്ന് 2 ദിവസം മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. പിന്നെ ഈ 24 പോലുള്ള ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അല്ലേ? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞ് വ്യക്തിപരമായ ബന്ധങ്ങളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ ബന്ധങ്ങളുണ്ടാവും. പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ സമയത്ത് ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ചയാകാതിരിക്കുമോ? അതൊക്കെ എന്തിനാ ചർച്ച ചെയ്യുന്നത്? ചർച്ചയാകേണ്ട വിഷയങ്ങൾ അതൊക്കെ എന്തിനാ ചർച്ച ചെയ്യുന്നത്? അതൊക്കെ എന്തിനാ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം? ഇപ്പം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട എനിക്ക് ഞാൻ മത്സരിക്കണോ വേണ്ടായോ എന്ന് കോൺഗ്രസിൻ്റെ MP ആയിരിക്കുന്ന ഒരാളോട് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തിന് എന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുമോ? കഴിയുന്നതല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുമോ എന്നുള്ള ആകാംക്ഷ കേരള പൊതുസമൂഹത്തിനുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ കാര്യം പാലക്കാട് MP തന്നെ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിനോട് തന്നെ രാഹുലിന് ആശയവിനിമയം നടത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളല്ലേ? നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അനുമാനിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്. അതിൽ ഞാൻ നിങ്ങളുടെ ഭാവനയ്ക്കും നിങ്ങളുടെ ആലോചനകൾക്കും അതിർവരം വിടാൻ ഞാൻ ആളല്ല. ഞങ്ങൾ എന്താ സംസാരിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ 2 പരിചയക്കാരായിട്ടുള്ള ആളുകൾ, ഞാൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്ന ഒരാൾ, അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു, ദീർഘനേരം സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ അടൂർ പ്രകാശ് KPC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളെ കൂടി കാണണ്ടേ? അവിചാരിതമായി കാണുന്നതിന് എന്തിനാ എല്ലാവരും കൂടെ കാണുന്നത്? ഇപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ എല്ലാവരും കാണണം. ഇപ്പോൾ ഇവിടെ ഈ ഹോട്ടലിൽ ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം പ്രതിപക്ഷ നേതാവായിരിക്കുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തെ പോയി വിഷ് ചെയ്യും, അദ്ദേഹത്തോട് സംസാരിക്കും. നമുക്കറിയാം പെരുന്നയിൽ വെച്ച കാര്യം അദ്ദേഹം എന്നോട് സംസാരിക്കാതിരിക്കൂ. ഇപ്പോൾ ഇവിടെ CPM-ൻ്റെ ഒരു മന്ത്രി ഇരിക്കുകയാണെന്ന് വിചാരിച്ചു. CPM-ൻ്റെ ഒരു മന്ത്രി ഇരിക്കുമ്പം അദ്ദേഹം എൻ്റെ പരിചയക്കാരനാണെങ്കിൽ ഞാൻ പോയി സംസാരിക്കില്ലേ? സംസാരിക്കും. ഓക്കെയാണ്. പക്ഷേ പെരുന്നയിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടപ്പോൾ രമേശ് ചെന്നിത്തലടക്കം മുഖം തരാതെ പോയൊരു കാര്യമുണ്ട്. അങ്ങനെ മുതിർന്ന നേതാക്കളടക്കം രാഹുലിനെ പെരുന്നയിൽ വെച്ച് കണ്ട് മുഖം തരാതെ പോയ സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ള പ്രാധാന്യമുള്ള കാര്യമല്ലേ? പറ്റിയിട്ടുള്ള വളരെ വിശദമായി ശ്രീ രമേശ് ചെന്നിത്തല ഞാനും രമേശ് ചെന്നിത്തലയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രമേശ് അതിനു മുമ്പ് അതായത് ആ ഫ്ലാറ്റിൽ വെച്ച് തന്നെ ഈ പറയുന്ന രാഹുലിനെ കണ്ടു. രാഹുലെ താഴോട്ട് പോകുന്ന രമേശ് ചെന്നിത്തലയാണ് പറഞ്ഞത്. പിന്നെ രമേശ് ചെന്നിത്തല മീഡിയയുടെ മുമ്പ് ചിലപ്പോൾ അത് കാണിച്ച് കാണത്തില്ലായിരിക്കും. അവരുടെ ഇടയിൽ അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ഇനി നമ്മുടെ മറ്റേ MP നേതാവ് പറയുന്നതും കൂടെ നമുക്കൊന്ന് വെക്കാം. എന്തിനാണ് ഇവന്മാർ ഇങ്ങനെ പടച്ചു വിടുന്നതെന്ന് ആലോചിച്ച് നോക്കുന്ന ന്യൂസും കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ബോർഡ് മറച്ച വാഹനത്തിലാണ് ഈ അടൂരിലുള്ള ഹോട്ടൽ വൈറ്റ് പോർട്ടിക്കോയിലോട്ട് വന്ന് VK ശ്രീകണ്ഠൻ MP-യുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. MP-യുടെ വാഹനം ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് അല്പസമയത്തിനകം പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും. VK ശ്രീകണ്ഠൻ MP-യുടെ പാലക്കാട് രജിസ്ട്രേഷനുള്ള KL9 എന്ന് പറയുന്ന ആ ഇന്നോവ വാഹനത്തിലാണ് MP വന്നത്. ഔദ്യോഗിക വാഹനമാണ്. ആ വാഹനത്തിൽ നിന്ന് MP-യും പുറത്തേക്ക് പോവുകയാണ്. ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കൂടിക്കാഴ്ച രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടിയുള്ള കൂടിക്കാഴ്ചയാണ് എന്ന് പറയുന്നില്ല. തനിക്കും VK ശ്രീകണ്ഠനും വർഷങ്ങളായിട്ട് അറിയാം. രണ്ടുപേരും പാലക്കാടിന്റെ ജനപ്രതിനിധികളാണ്. അപ്പോൾ ജനപ്രതിനിധികൾക്ക് എവിടെ വെച്ച് വേണമെങ്കിലും കൂടിക്കാഴ്ച നടത്താം, അതിനെ രാഷ്ട്രീയമായിട്ട് വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് ഉത്തരം നൽകാതെ മറ്റെന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് മടങ്ങിപ്പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. ഇപ്പോൾ പാലക്കാടിന്റെ MP VK ശ്രീകണ്ഠൻ MP കൂടിയുണ്ട്. MP രാഹുലുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയാണ് പറഞ്ഞത്. പുതുയുഗ യാത്ര അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. MP പൊതുയാത്ര പ്രധാനപ്പെട്ട ഒരാളാണ്. ആ ജാഥയുടെ പ്രധാനപ്പെട്ട നേതൃത്വം ഉള്ള ഒരാളാണ്. പക്ഷേ അപ്പോൾ ഇതിനകത്ത് കൊല്ലം ജില്ലയിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഈ ഹോട്ടലിൽ രാഹുലുമായി ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് രാഷ്ട്രീയ പ്രാധാന്യമില്ലേ? എനിക്ക് മനസ്സിലായില്ല. മിഞ്ഞാന്ന് പറയണ കേൾക്ക് എന്താ നിങ്ങൾ ചോദിച്ചറിയില്ല. മിഞ്ഞാന്ന് രാത്രി ഞാനിവിടെ താമസിച്ചു. ഇന്നലെ മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നത്. പത്തനംതിട്ട ജില്ലയത്തെ കഴിഞ്ഞ് കൊല്ലത്ത് പോകാണല്ലോ. അപ്പോൾ രാവിലെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ റെസ്റ്റോറൻറ്റിൽ വെച്ച് അവിചാരിതമായിട്ട് രാഹുലിനെ കണ്ടു. നിഷ്കളങ്കമല്ലല്ലോ ആ കൂടിക്കാഴ്ച. അത് നിങ്ങൾ തീരുമാനിച്ച എങ്ങനെയാണ്? നിങ്ങളുടെ വ്യാഖ്യാനല്ലേ. ഞാൻ നിഷ്കളങ്കമായിട്ട് തന്നെ പറയാറുള്ളൂ. നിങ്ങളുടെ ചാനലുകാരോട് ചോദിച്ചാൽ അറിയാം. പാലക്കാടിന്റെ രാഷ്ട്രീയമാണോ ചർച്ച ചെയ്തത്, അതോ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയാണ്? പാലക്കാട് MLA അല്ലേ, ഞാൻ പാലക്കാട് MP അല്ലേ. കണ്ട സൗഹൃദം പറയണൊക്കെ രാഷ്ട്രീയം പറയാൻ മാത്രമാണെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയത്. നിങ്ങൾ ആ കണ്ണിലൂടെ കാണണോണ്ടാ. ഞാൻ നേരത്തെ കണ്ടല്ലോ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന്. പുള്ളി നല്ല മറുപടി ആട്ടോ കൊടുക്കുന്നത്, നല്ല മറുപടി കൊടുക്കുന്നത്. എടാ, ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ എൻ്റെ അടുത്തൊക്കെ നീയൊക്കെ ചോദിക്കണമായിരുന്നു. ഞാൻ വല്ല വരുന്നെങ്കിൽ നല്ല രീതി കൊടുത്തു വിട്ടാനെ. എന്തിനാണ് ഇങ്ങനെയൊക്കെ? ഇത് ഭയങ്കര ഒരു മനുഷ്യനെ എത്രമാത്രം താഴ്ത്താൻ കിട്ടുന്ന ആ അവസരങ്ങളൊക്കെ. എടാ ന്യൂസുകാരെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം തുറന്നു പറയട്ടെ. നിങ്ങൾ ഈ ന്യൂസൊക്കെ പുറത്തു വിടുന്ന സമയത്ത്, അന്ന് രാഹുലിൻ്റെ വിഷയം വന്ന സമയത്ത് യുവതിക്ക് ഭർത്താവ് ഉണ്ടെന്നൊന്നും നിങ്ങളൊന്നും വിളിച്ച് പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. ഒന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല. ഇത് ചുമ്മാ പേരിനും വേണ്ടി മാത്രം ഒരു എന്താ പറഞ്ഞാൽ കൂടും. എനിക്കാണെങ്കിൽ ചൊറച്ചിലും കൂടെ വരുമോ ഇത് കണ്ടിട്ട്? ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ കണ്ടത് അല്ല, അടച്ചിട്ട റൂമിൽ സ്വകാര്യ സംഭാഷണം അല്ലല്ലോ. സ്വാഭാവികമായിട്ടും എൻ്റെ അടുത്തൊരു സുഹൃത്തല്ലേ MLA.
പാർട്ടിയിലുണ്ടായിരുന്ന ആളല്ലേ, കണ്ട സൗഹൃദം സംസാരിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയം സംസാരിക്കുക. ഉണ്ടായിരുന്നയാളാണ്, പക്ഷേ പാർട്ടിയിൽ ഇപ്പോഴില്ല. പക്ഷേ ഒരു MLA MP ആ സൗഹൃദത്തിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ തരത്തിലുള്ള പരാതികൾ ഉയർന്നിരുന്ന സാഹചര്യമാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളെ പാലക്കാട് വികസനത്തിന് വേണ്ടി ഒരു ഹോട്ടൽ മുറിയിൽ കണ്ടാണോ ആശയവിനിമയം നടത്തേണ്ടത്? ചാനലിൽ മുമ്പ് പ്രവർത്തിച്ച ആളുകൾ പുറത്താക്കപ്പെട്ട് ഞങ്ങൾ കണ്ട സൗഹൃദം അറിയില്ല. 24 ചാനലിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ ചാനലിൽ നിന്ന് പുറത്താക്കി. അയാൾ ഇന്ന് ഏഷ്യാനെറ്റ് ചാനലിലാണ്. നിങ്ങൾ കണ്ടാൽ വേണ്ടില്ലേ, നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളോട് പോലും സൗഹൃദം പകർന്ന വ്യക്തിയാണ് ഞാൻ. രാഹുലിനെ പലയിടങ്ങളിലും കാണുമ്പോൾ മുതിർന്ന നേതാക്കളടക്കം മുഖം കൊടുക്കാതെ മാറിപ്പോകുന്നത് ഇതിനു മുമ്പ് കേരള പൊതുസമൂഹം കണ്ടിട്ടുണ്ട്. ആ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. നിങ്ങൾ കൊടുക്കുന്ന വാർത്തയാണ്. രാഹുലിനെ കണ്ടിട്ട് ആരും മുങ്ങാറില്ല, ഞങ്ങളെ കണ്ടിട്ട് ആരും മുങ്ങാറില്ല. ഒരു കാര്യം, ഒരു ഹോട്ടലിൽ അടിച്ചണ്ണാക്കി കൊടുത്തെന്ന് തന്നെ പറയാം. ഓക്കെ, ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് ഇതൊന്നും വലിയ ചർച്ചയാക്കേണ്ട ഒരു മാറ്ററൊന്നും അല്ല. ഇതിനെക്കുറിച്ച് വലുതായിട്ട് സംസാരിക്കാൻ വേണ്ട. ഇത് ഈ ചാനലുകാർ വെറുതെ ഇങ്ങനെ ഒരു മനുഷ്യനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത്, അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ. ഇതിൽ കൂടാണ് ആവശ്യമില്ലാത്ത കഥകളൊക്കെ അടിച്ചിറക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വെച്ചാൽ നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു.